ആലപ്പുഴ മണ്ഡലത്തെ കൂൺഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. മരകുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃഷിവകുപ്പിന്റെ കൂൺഗ്രാമം പദ്ധതി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ആലപ്പുഴ മണ്ഡലത്തെ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായി മന്ത്രി അറിയിച്ചത്. 100 കൂൺഗ്രാമങ്ങൾ സ്ഥാപിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. പദ്ധതി നടപ്പാക്കാൻ മണ്ഡലത്തിന് 30 ലക്ഷം രൂപ അനുവദിക്കും. ഇതിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കും. കൃഷിഭവൻ മാത്രം സ്മാർട്ടായാൽ പോരായെന്നും അവിടെ നിന്ന് നൽകുന്ന സേവനങ്ങൾ സ്മാർട്ടാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പി ചിത്തരഞ്ജൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരിയും കർഷകർക്കുള്ള സ്മാർട്ട് കാർഡിന്റെ വിതരണോദ്ഘാടനം ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രനും നിർവഹിച്ചു. മരകുളം തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP സംഗീത, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C അമ്പിളി, ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, മരകുളം തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP ഷാജി, കൃഷി ഓഫീസർ അക്ഷയ് ശശിധരൻ എന്നിവർ സംസാരിച്ചു. കൃഷിഭവൻ സ്മാർട്ടായതുകൊണ്ട് കാര്യമില്ല, സേവനം സ്മാർട്ടാകുമ്പോൾ മാത്രമേ ഈ കാര്യം പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. കൃഷിഭവനിൽ ബന്ധപ്പെട്ട് വരുന്ന ഒരാൾക്ക് സേവനങ്ങൾ സ്മാർട്ടായി കിട്ടണം. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് പരാതിയുമായിട്ടും പരിഭവമായിട്ടും നിരാശയുമായിട്ടും ഒരു കർഷകൻ പോകാൻ ഇടവരരുത്. അതിന് ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കുള്ളതാണ്. ആ ഉദ്യോഗസ്ഥർ ഇതിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അവർക്ക് സ്മാർട്ടായി സേവനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംവിധാനം എല്ലാം ഒരുക്കിയിരിക്കുന്നത്. പണ്ടല്ല ഇവർക്കെല്ലാം കമ്മിറ്റി, മീറ്റിംഗ്, റിപ്പോർട്ട് തയ്യാറാക്കൽ, അയക്കൽ, ഇതൊക്കെയായിരുന്നു മൊത്തം പരിപാടി. അതെല്ലാം ലഘൂകരിക്കുകയാണല്ലോ. ഈ സംവിധാനം എല്ലാം ആകുമ്പോഴേക്കും അതിൻ്റെ ലഘൂകരണം. അപ്പോൾ കൂടുതൽ സമയം ഇവർ എവിടെയാണ്? ഈ ഓഫീസിലിരിക്കാനല്ല. കൃഷിഭവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കൃഷി ഓഫീസറായാലും കൃഷി അസിസ്റ്റൻ്റ് ആയാലും അത്തരം ആളുകളുടെ സേവനം കൂടുതൽ കിട്ടേണ്ടത് കൃഷിയിടത്തിലാണ്.